ദുബായിൽ രാവിലെ മഴ പെയ്യുന്ന മനോഹര ദൃശ്യം. രാവിലെ 6:51, സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല, നല്ല മഴ. നമ്മുടെ വണ്ടി ഏകദേശം ഒരു 80-90 അത്രയും കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. ഇതുവരെ നല്ല മഴ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അൽക്കൈൽ റോഡിലാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയുടെ സൗണ്ട് കേട്ടോ, അത്യാവശ്യം വലിയൊരു മഴ പെയ്ത പ്രതീതിയായി റോഡിലൊക്കെ. നല്ല മഴ, ശക്തമായ മഴ. ഒരു 100 കിലോമീറ്ററിൽ പോയിരുന്ന വണ്ടികളൊക്കെ നേരെ ഒരു 60 ഒക്കെ ആയി. കാരണം റോഡ് അത്യാവശ്യം സ്കിഡായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരുപാട് നാൾക്ക് ശേഷം മഴ പെയ്തുകൊണ്ടേ നമ്മുടെ ഈ റോഡിലുള്ള ഗ്രീസും അതുപോലെ പെട്രോളും ഡീസലും ഒക്കെ ഒന്ന് മിക്സായിട്ട് ഇങ്ങനെ കിടക്കും. ഇനി ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മഴ പെയ്തതിന് ശേഷം മാത്രമാണ് റോഡിന്ന് ക്ലിയർ ആവുന്നത്. അപ്പോൾ നമ്മൾ വലിയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ, ആദ്യത്തെ മഴയ്ക്ക് വലിയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടി എന്തായാലും സ്കിഡായി പോകും, ചവിട്ടി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മുന്നിലുള്ള വണ്ടികളൊക്കെ വളരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 100-ലൊക്കെ വന്നായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 80-70ലേക്ക് ഞാൻ നമ്മുടെ സ്പീഡ് സ്കിപ്പ് ചെയ്തു. അല്ലെങ്കിൽ എങ്ങാനും പണി കിട്ടിയെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ദുബായിൽ ശക്തമായ മഴ. മഴക്കാലമാണ് ഇവിടെ നാളത്തെ പോലെ ജൂണിലൊന്നല്ല. അതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും നല്ല നല്ല മഴകൾ വരട്ടെ. മരുഭൂമിയെ തണുപ്പിക്കാൻ പറ്റിയ നല്ല നല്ല മഴകൾ പെയ്യട്ടെ, മനോഹരമാവട്ടെ ഇനിയുള്ള ദിവസങ്ങൾ മഴ കൊണ്ട്. കഴിഞ്ഞ 2 ദിവസം മുന്നേ 1-ാം തീയതി രാവിലെയൊക്കെ നല്ല മഴക്കാറുണ്ടാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് നല്ല മഴയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് മഴ പെയ്തില്ല. അന്ന് കടം വെച്ച മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴത്തുള്ളികളുടെ സൗണ്ട് നമുക്ക് ആസ്വദിക്കാം കേട്ടോ. ഈ ദൃശ്യം കണ്ടിട്ടുണ്ടോ? ബുർജ് ഖലീഫ യോട് ചേർന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ. ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായ് മാളിലായതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ബുർജ് ഖലീഫിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം. നമ്മുടെ വൈപ്പറൊക്കെ നേരത്തെ പോലെ കുഴപ്പമുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഒന്നും ഈ സമയത്ത് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അധികം വൈപ്പർ നമ്മൾ മാറാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വൈപ്പറൊക്കെ ഏകദേശം 3-4 മാസം മുന്നേ മാറിയിരുന്നു. ഞാൻ വൈപ്പർ മാറുമ്പോൾ 2 വൈപ്പർ ഒരുമിച്ചങ്ങ് മാറും, ഓർഡറായിട്ട് മാറാറില്ല. ഒന്ന് മാറി കഴിഞ്ഞ് പിന്നെ അടുത്ത് എന്തായാലും കംപ്ലൈൻറ്റ് വരും. അതാണ് എൻ്റെ ഒരു സയൻറ്റിഫിക് തിങ്സ്. പക്ഷെ ബുർജ് ഖലീഫയുടെ അങ്ങോട്ട് വന്ന മഴ മൊത്തം പോയിട്ടോ. മൊത്തം ഈ അൽക്കൈൽ റോഡിലായിരുന്നു മഴ മൊത്തം ഉണ്ടായിരുന്നു. ഇവിടെ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിലൊന്നും വേറെ മഴത്തുള്ളികളോ മറ്റുള്ള സംഭവങ്ങളൊന്നും വീണിട്ടില്ല. കണ്ടോ, ഇങ്ങോട്ട് ചെറിയൊരു ചാറ്റൽ മഴയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് ഡൈവേഷൻ എടുത്ത് നേരെ ദുബായ് മാളിൻ്റെ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം 6:57 5 മിനിറ്റ് എന്തായാലും മഴ ആസ്വദിക്കാൻ സാധിച്ചു. കണ്ടോ, സിനിമ പാർക്കിംഗ്, സബീൽ പാർക്കിംഗ്. നമ്മൾ സിനിമ പാർക്കിങ്ങിലേക്ക് റൈറ്റ് കയറി പോകുന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറുതായി മഴയുണ്ട്. പക്ഷെ ആ ഒരു ചെറിയ ഗ്യാപ്പിലധികം മഴ ഉണ്ടാകുന്നില്ല. ഞാൻ വിചാരിച്ചു മേളിൽ ഫ്ലൈ ഓവർ ആയതുകൊണ്ടായിരിക്കുന്നു. അല്ല, പക്ഷേ അവിടെ മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതിലേക്ക് കയറുന്നു. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോകുന്നു. നമ്മൾ ലെഫ്റ്റ് പോകാനേ പറ്റുള്ളൂ. അങ്ങനെ ലെഫ്റ്റ് കയറി നമ്മുടെ പാർക്കിങ്ങിൻ്റെ സെക്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആഹാ, ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ടല്ലോ. നല്ല
കിടിലം മഴ. എന്തായാലും മഴയ്ക്ക് മുന്നേ എത്താൻ സാധിക്കും. നമ്മൾ ഷാർജയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴ പെയ്യായിരുന്നെങ്കിൽ ബ്ലോക്കിൽ പെട്ടുപോയാൽ. കാരണം ഓട്ടോമാറ്റിക്കലി എല്ലാവരും വണ്ടിയുടെ സ്പീഡ് 60ലേക്ക് കുറയ്ക്കും. കണ്ടോ, ആ കാണുന്നതാണ് അഡ്രസ് ഹോട്ടൽ. അഡ്രസ് ഹോട്ടലാണ് ആ കാണുന്നത്. നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് കയറുന്നു. ഇനി മഴ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമുക്ക് മഴ ആസ്വദിക്കാൻ പറ്റി. ഒരുപാട് നാൾക്ക് ശേഷം മനോഹരമായ നല്ല മഴ.